ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശേഷം കോളനി വൽക്കരണത്തിൽ നിന്ന് അപകോളനി വൽക്കരണം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കൊളോണിയലിസത്തിൻ്റെ അനന്തരഫലങ്ങളോട് പ്രതികരിക്കുന്ന സാഹിത്യകൃതികളുടെ ഒരു കൂട്ടമാണ് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യം. സ്വത്വം, പ്രതിരോധം, സാംസ്കാരിക ഏറ്റുമുട്ടൽ, കൊളോണിയൽ ഭരണത്തിൻ്റെ ചരിത്രം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വൈവിധ്യമാർന്ന രചനകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അതായത് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. അതിലൊന്നാമത്തെ കാര്യം, കൊളോണിവൽക്കരിച്ച ആളുകൾ കൊളോണിയൽ സംസ്കാരങ്ങളുടെ സ്വാധീനങ്ങൾക്കിടയിൽ അവരുടെ സ്വത്വം തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, കൊളനിക്കാർക്കും കൊളനിവൽക്കരിക്കപ്പെട്ടവർക്കും ഇടയിലുള്ള അധികാരം, ആധിപത്യം, ചെറുത്തുനിൽപ്പ് എന്നിവയുടെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുക. മൂന്നാമതായി, സ്ഥാനചലനം, കുടിയേറ്റം, പ്രവാസം എന്നിവയുടെ അനുഭവങ്ങൾ കൈകാര്യം ചെയ്യുക. നാലാമതായി, കൊളോണിയൽ ഭാഷകളുടെ ഉപയോഗം, തദ്ദേശീയ ഭാഷകളുടെ വീണ്ടെടുക്കൽ അല്ലെങ്കിൽ പുനർമൂല്യനിർണ്ണയം എന്നിവ അന്വേഷിക്കുക. അഞ്ചാമതായി, ചരിത്ര സംഭവങ്ങളും വിവരണങ്ങളും ഓർമ്മിക്കുന്നതിലും പുനർവ്യാഖ്യാനം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ പ്രധാനമായി ഈ 5 കാര്യങ്ങളാണ് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൻ്റെ സ്വഭാവങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ, ഒന്നാമതായി, കൊളനിവൽക്കരിച്ച ആളുകൾ കൊളോണിയൽ സംസ്കാരങ്ങളുടെ സ്വാധീനങ്ങൾക്കിടയിൽ അവരുടെ സ്വത്വം തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുക. രണ്ടാമതായി, കൊളനിക്കാർക്കും കൊളനിവൽക്കരിക്കപ്പെട്ടവർക്കും ഇടയിൽ ഉള്ള അധികാരം, ആധിപത്യം, ചെറുത്തുനിൽപ്പ് എന്നിവയുടെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുക. മൂന്നാമതായി, സ്ഥാനചലനം, കുടിയേറ്റം, പ്രവാസം എന്നിവയുടെ അനുഭവങ്ങൾ കൈകാര്യം ചെയ്യുക. നാലാമതായി, കൊളോണിയൽ ഭാഷകളുടെ ഉപയോഗം, തദ്ദേശീയ ഭാഷകളുടെ വീണ്ടെടുക്കൽ അല്ലെങ്കിൽ പുനർമൂല്യനിർണ്ണയം എന്നിവ അന്വേഷിക്കുക. അഞ്ചാമതായി, ചരിത്ര സംഭവങ്ങളും വിവരണങ്ങളും ഓർമ്മിക്കുന്നതിലും പുനർവ്യാഖ്യാനം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 3 പ്രശസ്തമായ പദങ്ങളുണ്ട്. അതിലൊന്ന് അഡോപ്റ്റ്, സ്പെല്ലിംഗ് ADOPT. രണ്ടാമതൊരെണ്ണം അഡപ്റ്റ്, ADEPT. മൂന്നാമത് അഡാപ്റ്റ്, ADAPT. അപ്പോൾ 3 വാക്കുകൾ: അഡോപ്റ്റ്, അഡപ്റ്റ്, അഡാപ്റ്റ്. ബിൽ ആഷ്ട്രോഫ്, ഗാരത്ത് ഗ്രിഫിക്സ്, ഹെലൻ ടിഫൻ എന്നിവർ ദി എംപയർ റൈറ്റ്സ് ബാക്ക്, തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യം എന്ന കൃതിയിൽ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെ ഇങ്ങനെ 3ആയി തരംതിരിക്കുന്നു: അഡോപ്റ്റ് എന്നും, അഡപ്റ്റ് എന്നും, അഡാപ്റ്റ് എന്നും. അപ്പോൾ ഈ പറഞ്ഞ 3ആയി, അതായത് പോസ്റ്റ് കൊളോണിവൽക്കരണത്തിന് ശേഷം വരുന്ന സാഹിത്യകൃതികളെ അഡോപ്റ്റ് എന്നും, അഡപ്റ്റ് എന്നും, അഡാപ്റ്റ് എന്നും തരംതിരിച്ചത് ബിൽ ആഷ്ക്രോഫ്റ്റും ഗാരൻ ഗ്രിഫിക്സും ഹെലൻ ടിഫിനുമാണ്. അവരുടെ പ്രശസ്തമായ കൃതി ദി എംപയർ റൈറ്റ്സ് ബാക്ക്, തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ഇതിൽ ഓരോ ഘട്ടങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ ഓരോ സങ്കല്പങ്ങളെപ്പറ്റിയും പ്രത്യേകിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ ഘട്ടം പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിലെ, അതായത് കോളനിവൽക്കരണത്തിന് ശേഷം കോളനിവൽക്കരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യത്തെ ഘട്ടമായി അഡോപ്റ്റ് ഫേസ്. ഈ അഡോപ്റ്റ് ഫേസിൽ, ഈ പ്രാരംഭഘട്ടത്തിൽ കൊളോണിയൽ സമൂഹത്തിൽ നിന്നുള്ള എഴുത്തുകാർ കോളനിവൽക്കരണ സംസ്കാരത്തിൻ്റെ സാഹിത്യ രൂപങ്ങൾ, വിഭാഗങ്ങൾ, പ്രയോഗങ്ങൾ എന്നിവ സ്വീകരിക്കുന്നു. കോളനിക്കാരുടെ ഭാഷയിൽ എഴുതുന്നതും അവരുടെ സാഹിത്യ നിലവാരങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഘട്ടത്തിൽ ലക്ഷ്യം കോളനിക്കാരൻ്റെ ഭാഷയിലും സാഹിത്യ സങ്കേതങ്ങളിലും പ്രാവീണ്യം നേടുക എന്നുള്ളതാണ്. പലപ്പോഴും ആധിപത്യ സംസ്കാരത്തിൽ നിന്ന് സ്വീകാര്യതയും സാധൂകരണം നേടുക എന്നതും ലക്ഷ്യമായിരുന്നു. അതായത് നമ്മൾ ഇംഗ്ലീഷുകാരുടെ കോളനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ, പോസ്റ്റ് കൊളോണിയൽ ഘട്ടത്തിൽ, ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള കൃതികളെ തന്നെ അനുകരിച്ചുള്ള രചനകൾ തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യത്തിലുള്ള ആൾക്കാർ ഈ കോളനിക്കാരുടെ ഭാഷയും ശൈലിയും അനുകരിക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടമായ അഡോപ്റ്റ് ഫേസ്. രണ്ടാമത്തേത് അഡപ്റ്റ് ഫേസ് ആണ്. ഈ ഘട്ടത്തിൽ എഴുത്തുകാർ ആഫ്രിക്കൻ ഏഷ്യൻ പ്രതിപാദനത്തിന് യൂറോപ്യൻ രൂപത്തെ സ്വീകരിക്കുകയും സ്വീകരിച്ച രൂപങ്ങൾ പ്രാവീണ്യം നേടുകയും ആ രൂപങ്ങൾ പരീക്ഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. അവർ അനുകരണം മാത്രമല്ല, വൈദഗ്ധ്യവും പ്രകടിപ്പിക്കുകയും സ്വന്തം ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടം കോളനിവൽക്കരണത്തിൻ്റെ ഭാഷയും സാഹിത്യഘടനയും ഉപയോഗിക്കുന്നതിൽ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തെ പ്രതിഫലിക്കുന്നു. പക്ഷേ ഈ സമയത്തും, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും കൊളോണിയൽ ശക്തി സ്ഥാപിച്ച ചട്ടക്കൂടുകൾ ഭേദിച്ച് പുറത്തു വരുന്ന പ്രവണത പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ പൂർണ്ണമായും കോളനിവൽക്കരിച്ച, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ശൈലിയിൽ നിന്ന് പൂർണ്ണമായും മോചനം വന്നിട്ടില്ല. അവിടെ നിന്ന് ചെറിയ വ്യത്യസ്തതകൾ മാത്രം ഈ 2ാം ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇനി 3ാമത്തെ ഘട്ടത്തിലായ അഡാപ്റ്റ് ഫേസ്.
ആഫ്രിക്കൻ ഏഷ്യൻ എഴുത്തുകാർ തങ്ങളുടേതായ നിർവചനവും ഇച്ഛയനുസരിച്ച് രൂപത്തെ പുനർനിർമ്മാണത്തിന് വിധേയമാക്കുന്നു. എഴുത്തുകാർ അവരുടെ സ്വന്തം സാംസ്കാരിക സന്ദർഭങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതിന് സാഹിത്യ രൂപങ്ങളെയും വിഭാഗങ്ങളെയും സജീവമായി പ്രയോഗിച്ചു. കൊളോണിയൽ അനുഭവങ്ങളും വീക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നതിനായി കൊളനിവൽക്കരണക്കാരുടെ സാമ്പ്രദായിക സാഹിത്യ മാനദണ്ഡങ്ങളെ പരിവർത്തന വിധേയമാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. തദ്ദേശീയമായ പ്രമേയങ്ങളും ശൈലികളും വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഹിത്യം സാംസ്കാരികവാദത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒരു ഉപാധിയായി മാറുന്നു. കൃതികൾ പലപ്പോഴും കൊളോണിയൽ വ്യവഹാരത്തെ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കർശനമായി രേഖീയമോ സാർവത്രികമോ അല്ല, എന്നാൽ അവ ഈ മൂന്ന് ഘട്ടങ്ങളും കർശനമായി രേഖീയം, അതായത് മൂന്നും ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റൊന്ന്. അതായത് അഡോപ്റ്റ് ഫേസിന് ശേഷം അഡാപ്റ്റ് ഫേസ് വന്നുവെന്നും അഡാപ്റ്റ് ഫേസിന് ശേഷം അഡാപ്റ്റ് ഫേസ് വന്നുവെന്നും നമുക്ക് പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഘട്ടങ്ങൾ കർശനമായി രേഖീയമോ സാർവത്രികമോ അല്ല, എന്നാൽ അവ അനുകരണത്തിൽ നിന്ന് നവീകരണത്തിലേക്കും ചെറുത്തുനിൽപ്പിലേക്കുള്ള പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൻ്റെ വികാസത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ചട്ടക്കൂട് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കൃതികൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്ന് നൈജീരിയയിലെ ഇഗ്ബോ സമൂഹത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ സ്വാധീനം ചിത്രീകരിക്കുന്ന ചിന്നു അച്ചബെയുടെ കൃതി തിങ്സ് ഫാൾ എപ്പാർട്ട്. നൈജീരിയയിലെ ഇഗ്ബോ സമൂഹത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ സ്വാധീനം ചിത്രീകരിക്കുന്ന ചിന്നു അച്ചാബെയുടെ തിങ്സ് ഫാൾ എപ്പാർട്ട് അതൊരെണ്ണം. ഇനി ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെ കഥാപാത്രങ്ങളുടെ ജീവിതമായി ഇഴചേർത്ത വളരെ പ്രശസ്തമായ സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇനി മൂന്നാമതായി കെനിയയിലെ മൗമോ പ്രക്ഷോഭത്തെയും കൊളനിക്കാരും കെനിയൻ ജനതയും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ അഭിസംബോധന ചെയ്യുന്ന എൻഗ്യുനി തിയോൻഗായുടെ എ ഗ്രെയിൻ ഓഫ് വീറ്റ്. അതുപോലെ തന്നെ മറ്റൊരു കൃതി ജീൻ റൈസിൻ്റെ വൈഡ് സർഗാസോസി. അതുപോലെ ടോണി മോറിസൻ്റെ ബില്ലവഡ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ പ്രശസ്തമായ പോസ്റ്റ് കൊളോണിയൽ രചനകളാണ് ഈ പറഞ്ഞതെല്ലാം. ഒന്നാമത്തത് ചിന്നു അച്ചബെയുടെ തിങ്സ് ഫാൾ അപ്പാർട്ട്, രണ്ടാമത് സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, മൂന്നാമത്തത് എൻഗുനി തായോയുടെ എ ഗ്രെയിൻ ഓഫ് വീറ്റ്, നാലാമത് ജീൻ റൈസിൻ്റെ വൈഡ് സർഗാസോസി, 5 ടോണി മോറിസൻ്റെ ബിലവഡ് എന്നിവയാണ് പ്രശസ്തമായ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം.